ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മുടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട്, ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കയറാം. അപ്പോൾ ഞങ്ങളിതാ രാവിലെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. കാശിക്കാർ കാണാണ്ടായിരുന്നു. അപ്പോൾ പോകുമ്പോൾ അങ്ങനെ ഞാനും കൂടെ കയറിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗേറ്റ് അടവിൽ പെട്ടിട്ടുണ്ട്. നമ്മൾക്കിങ്ങനെ ട്രെയിനൊക്കെ കാണുമ്പോൾ എത്ര വലിയ ആൾക്കാരായാലും ഒരു കൗതുകമല്ല. അതേപോലെ തന്നെ ഉണ്ട്. എനിക്ക് ഫ്ലൈറ്റ് പോകണ കാണണം, ഞാൻ ഓടിപ്പോയിട്ട് നോക്കും. കണ്ടില്ലെങ്കിൽ ഒരു സങ്കടമാണ്, ഞാൻ കണ്ടില്ല എന്ന് വിചാരിക്കും. നിങ്ങളൊക്കെ അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ കാണാൻ. ഇതാ ഗേറ്റ് തുറന്നപ്പോൾ ഭയങ്കര തിരക്ക്, എല്ലാവരും ഭയങ്കര ബിസിയാണ്. ആരുമില്ല, കുറച്ച് നേരം കഴിയട്ടെ, എല്ലാവരും ഒന്ന് പോവട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നത്. എല്ലാവരും തിരുക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. നമ്മൾ കാസർഗോഡ് ഒരാളെ കാണാണ്ടിരുന്നു. പോണ വഴി നമുക്ക് ബീഫും കൂടെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബീഫ് വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ബീഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ കിച്ചണിൽ കയറാം. അപ്പോൾ നമ്മൾ തിരിച്ചെത്തി കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ മാവൊക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ടാണ് രാവിലെ തന്നെ കാസിൻ്റെ കൂടെ ഇറങ്ങിയതിട്ട്. അല്ലെങ്കിൽ പിന്നെ രാവിലെ കുട്ടികൾക്ക് സ്കൂളിലുള്ളതൊക്കെ റെഡിയാക്കാനുണ്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും പോകില്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ രാവിലത്തെ രാത്രിക്കത്തെ യാത്രയൊക്കെ നല്ല രസമാണ് ബൈക്കിൽ, കാരണം നല്ല തണുപ്പല്ലേ. അപ്പോൾ ഏതായാലും ഇതാ നല്ല അടിപൊളി സൂപ്പ് പത പോലുള്ള മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പം വേഗത്തിലൊന്ന് ചുട്ടെടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിലേക്കുള്ള കറികളും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കടലക്കറിയും വെക്കണം. പിന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു നമ്മൾ ബാജിയൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കടലക്കറിയും ഇതും കൂടെ ഉണ്ടാക്കിയിട്ട് ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ വെള്ളപ്പത്തേക്ക് ഇങ്ങനെ രണ്ട് കറികൾ നല്ല ടേസ്റ്റാണ്. രണ്ടും കൂടെ ഒന്നിച്ച് കഴിക്കാനാണ് സൂപ്പർ. കടലക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ വെള്ളപ്പൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിതാ നമ്മൾ ബാജി റെഡിയാക്കുന്നത് കുറച്ച് സിമ്പിളായിട്ടാണ് കേട്ടോ. ഞാൻ അതായത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് വഴറ്റിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട്. മഞ്ഞൾപ്പൊടി വളരെ കുറച്ചേ ഇടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും മക്കൾ റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളിത് റെഡിയാക്കും കേട്ടോ. ഫുഡ് ഉണ്ടാക്കൽ പെട്ടെന്ന് കഴിയും. അങ്ങനെ അത് മാറ്റി വെച്ച ശേഷം പിന്നെ നമ്മൾ കടല വേവിക്കാൻ വെച്ചതിൽ ഉരുളക്കിഴങ്ങിട്ട് പുഴുങ്ങിയെടുത്തിട്ട് അത് പിന്നെ അതിൽ കുടച്ച് ചേർക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ചായ ഇത് റെഡി ആയിട്ടുണ്ട്. ചായ ഇവിടെ കുട്ടികൾക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. പലപ്പോഴും ഞാൻ ഉണ്ടാക്കിയിട്ട് നിർബന്ധിച്ച് ചൂടൊക്കെ ആറ്റി കൊടുത്തിട്ട് കുടിച്ചോളി എന്നൊക്കെ പറയുകയാണെങ്കിൽ കുടിക്കുക എന്നല്ല. രാവിലെ ചായ അങ്ങനെ മസ്റ്റായിട്ട് വേണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ വൈകുന്നേരം ഒരു ചായയും കടിയൊക്കെ കിട്ടിയാൽ ഇഷ്ടമാണ്. അപ്പോൾ ഇതാ കറികൾ റെഡി ആയിട്ടുണ്ട്. നല്ല ഉരുളക്കിഴങ്ങും എൻ്റെ മസാലയുണ്ട്, പിന്നെ അടിപൊളി കടലക്കറിയുണ്ട് കേട്ടോ. ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാ കുട്ടികൾക്കൊക്കെ കൊടുത്ത് ഞാനും കഴിക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ പരിപാടി ഇതൊക്കെയായിരുന്നു. പിന്നെ വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ മുമ്പ് കാണിച്ചത്, അതുകൊണ്ട് പിന്നെ കാണിക്കാതിരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ വെയിലത്ത് ഉണക്കാനായിട്ട് തേങ്ങ ഇടാനായിട്ട് വന്നതാണ്. തേങ്ങയും മഞ്ഞളുമാണ് ഈ ഫ്രണ്ടിൽ മുറ്റത്തിടുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെയിലത്തിട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുളകും മല്ലിയൊക്കെ കഴുകാനായിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴുകിയിട്ട് വെയിലത്തിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ എല്ലാ സംഭവങ്ങളും പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇവിടെ ഇത് തേങ്ങ നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമൊക്കെയാണ് ഇപ്പോൾ ഇടുന്നത്. അതുകൊണ്ട് തേങ്ങ കുറച്ചൊക്കെ നമുക്ക് ഉണങ്ങി വന്നിട്ടുണ്ട്. മഞ്ഞൾ ഇപ്പോൾ ഇന്ന് കഴുകിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്തിട്ടിട്ട് ഇനി അതിലേക്ക് എന്താ പറയുക, നമുക്ക് വലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പൂച്ചകളും കാക്കകളൊക്കെ വന്നിട്ട് തേങ്ങ കഷ്ണമായിട്ട് പോകും. അപ്പോൾ പിന്നെ നമുക്ക് ആട്ടിക്കാനായിട്ട് മുതലുണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് വലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. മഞ്ഞളുടെ മേലെ ഇല്ലാതെ നമ്മൾ എന്താ പറയുക, പിന്നെ തേങ്ങൻ്റെ മേലായിട്ട് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു പണി ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ ഡബ്ബയിലായി കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം. ഒരു കുറച്ച് ദിവസത്തെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. അതാലോചിച്ചിട്ട് കുറേ പേര് കടയിൽ നിന്ന് വാങ്ങിക്കണവരും ഒക്കെ ഉണ്ട്. ഞാനും ഇടയ്ക്കൊക്കെ പൊടി ഇപ്പോൾ മഞ്ഞളും മുളകൊക്കെ എൻ്റെ പറ്റ തീർന്നിട്ടുണ്ടായിരുന്നു. കുറേ പ്രാവശ്യം ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട്. അതുപോലെ വെളിച്ചെണ്ണ പടുത്തൊന്നും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല, നമ്മൾ ആട്ടിയെടുക്കാറ് തന്നെ കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഉലുവയും ജീരകമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്ത് വെക്കുകയാണ്. ഇനി നമുക്ക് മുളക് കഴുകാനായിട്ട് നോക്കട്ടോ. അപ്പോൾ ഞാൻ ഒരു ഫസ്റ്റ് ട്രിപ്പ് കഴുകിയതൊക്കെ വെയിലത്തിട്ടതിന് ശേഷമാണ് പിന്നെ ഇത് കഴുകാനായിട്ട് നിന്നത്. ഇതൊരു 4.5 കിലോന് മുളകുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ 3/4 ഭാഗം എന്താ പറയുക, ഒരു 3 കിലോനും 3.5 കിലോനായിട്ട് സാധാ മുളകാണ്. പിന്നെ അതിൻ്റെ ബാക്കി കാശ്മീരി ചില്ലി രണ്ടും കൂടെ ഉണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 2 കവറിലായിട്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഒരുപാട് പ്രാവശ്യമായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല കച്ചറ ഉണ്ടായിരുന്നു, കണ്ടില്ല, നന്നായിട്ട് കച്ചറ ഉണ്ടായിരുന്നു. 2-3 പ്രാവശ്യം കഴുകിയിട്ടുണ്ടായിരുന്നു. അടിയിലൊക്കെ നന്നായിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഈ ഒരു ഓട്ടോട്ടായിട്ടുള്ള പാത്രത്തിലിട്ടിട്ട് വെള്ളം ഒന്ന് പോയ ശേഷം നമ്മളിത്
പിന്നെ ഇതാക്കാനായിട്ടിട്ട് ഉണക്കാനായിട്ടിട്ടത്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് നമ്മളിതിൻ്റെ ഞെട്ടി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ പൊടിക്കാനായിട്ട് കൊടുക്കൽ. അപ്പോൾ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലത്തിനുണ്ടാവും. പിന്നെ നമുക്ക് മുളക് ഇപ്പം ഞാൻ ഇത്ര അധികം ഒന്നും വാങ്ങിക്കാൻ പറഞ്ഞിട്ടില്ല, പിന്നെ വാങ്ങിക്കാൻ പോയ പിന്നെ കസി അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് വാങ്ങിച്ചതാണ്, കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഇനി ഇതും കൂടെ ഒന്ന് വെയിലത്തിടണം. അതിൻ്റെ കൂടെ നമുക്ക് മല്ലിയും ഉണ്ട് കേട്ടോ, നമ്മൾ ഇനി കഴുകി വെച്ചിട്ട് അത് കഴുകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടമ്മമാർക്ക് ഇങ്ങനത്തെ ടെൻഷനുകളൊക്കെയാണ്. അത് ചെയ്യണം. പിന്നെ നോമ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇനി പ്രത്യേകിച്ച് ഒരു ഒരുക്കാവുമല്ലോ. നമുക്ക് ഇനി നനച്ചുള്ളിപ്പണി ഉണ്ട് ഇഷ്ടം പോലെ ഇരിക്കണം. കുറേയൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഇതാ മുളകുകളൊക്കെ കഴുകി പിന്നെ ഞാനിതാ മല്ലിയും വെയിലത്തിട്ടിട്ടുണ്ട്, മുളകും വെയിലത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നമ്മൾ ബോഗൻവില്ല ഒക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ ബോഗൻവില്ല വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ നല്ല പൂക്കളുണ്ടാവും. അപ്പോൾ ഒരുപാട് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി. അപ്പോൾ ഈ മുളകും മല്ലിയൊക്കെ വെയിലത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടികളൊക്കെ കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അതാണ് ഇട്ടതാണ് കേട്ടോ. അതൊരു ഷീറ്റ് വിരിച്ചിട്ട് പിന്നെ തുണിയിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അരി വെയിലത്തിടുമ്പോൾ തുണീൻ്റെ മേലെ വേറൊരു തുണി ഇടും. അരി ഇട്ടിട്ട് അതിൻ്റെ മേലെ ഒരു തുണി, കാരണം വെയിൽ നന്നായിട്ട് അടിച്ചാൽ ആ വെയിലിൻ്റെ ഒരു ടേസ്റ്റ് വരും എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യൽ. നമ്മൾ അരി കഴുകിയിട്ടിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയ ശേഷമാണ് ഞാൻ അരി കഴുകാനായിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, മുളക് നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എരിവും ഉണ്ടാവും, അത്യാവശ്യം നല്ല കളറും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. രണ്ടും സെപ്പറേറ്റ് ചെയ്യണേക്കാളും നല്ലത് അങ്ങനെ ചെയ്ത് പൊടിപ്പിക്കണം കേട്ടോ. പിന്നെ ചിലർക്ക് എരിവ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അങ്ങനെയുള്ളൊരു കാശ്മീരി ചില്ലി തന്നെ പൊടിപ്പിക്കാം കേട്ടോ. മഞ്ഞളും മുളകും നമ്മൾ വെയിലിട്ടിട്ട് നന്നായിട്ട് ഉണക്കിയിട്ടാണ് പൊടിപ്പിക്കുന്നത്, അല്ലാതെ വറുക്കൊന്നും ചെയ്യില്ല. മുളക് മല്ലി നമ്മൾ വറുത്തെടുക്കും കേട്ടോ. അപ്പോൾ വറുക്കുമ്പോൾ ഞാൻ അതിൽ എന്തൊക്കെയാണ് ഇട്ടുന്നതെന്നൊക്കെ അന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാനിതൊക്കെ വെയിലത്തിട്ട് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കിച്ചണിൽ കയറാം കേട്ടോ. അപ്പോൾ ഇനി അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇനി ലഞ്ചിനുള്ള പരിപാടി നോക്കാം. ഞാനിന്ന് അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഗീ റൈസ് റെഡിയാക്കുകയാണ്. ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയില്ല, അപ്പോൾ അത് റെഡിയാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ഒഴിച്ചു കൊടുക്കാനുള്ള വെള്ളമാണ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അരി ഒന്ന് എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ വെള്ളം ചൂടാവുകയും ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ കുക്കറിൽ ബീഫ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 8 വിസിൽ വന്നിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വേവുള്ള ബീഫാണെന്ന് തോന്നുന്നു. പിന്നെ ബിരിയാണിയിലെ മസാലയൊക്കെ ആവശ്യമുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാതിരുന്നതാണ്. പിന്നെ ഇതാ നമ്മൾ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ രമ്പയില കട്ട് ചെയ്തിടുന്നുണ്ട്. രമ്പയില ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലേവറാണ് നമ്മുടെ നെയ്ച്ചോറിന് കേട്ടോ. അപ്പോൾ അതാ ബീഫ് ഒന്നും കൂടെ വേവണം തോന്നിയപ്പോൾ ഞാൻ ഒന്നും കൂടെ അടച്ചു വെച്ച് പിന്നെ ഞാൻ നമ്മളെ ഗീ റൈസ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് പിന്നെ ഇനി അതിലേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ ഒന്നും കൂടെ 1-2 വിസിലും കൂടെ വന്നപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് വേറൊരു കുക്കറിൽ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് 1-2 വിസിൽ വന്നാൽ അത് നല്ല സോഫ്റ്റായി കിട്ടും. പിന്നെ ഒന്നിച്ചത് മിക്സ് ചെയ്തെടുത്താൽ മതിയല്ലോ. പിന്നെ ഓയിലൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഉള്ളി തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരുംജീരകം എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തതും കൂടെ ചേർത്തിട്ട് കുക്കറിലൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗീ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഗീ റൈസ് വെച്ച പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് ഓൾ സ്പൈസസ് ഒക്കെ ഇട്ട ശേഷം നമ്മൾ ഈ ഒരു കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ അത്. നമ്മൾ വയറ്റി നിൽക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. കുറച്ച് ഗീയൊക്കെ ചേർത്തെടുത്ത് ഓയിൽ ചേർത്തെടുത്ത് പിന്നെ നമ്മളിട്ട് മസാല റെഡിയാക്കിയിട്ട് വേവിച്ച് വെച്ചില്ല, അത് മുഴുവനായിട്ട് തട്ടി കൊടുത്തിട്ടോ. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് പെട്ടെന്ന് കിട്ടും. നമ്മൾ വഴറ്റിയ ഒരു രീതിയിൽ കിട്ടും ചെയ്യും. പിന്നെ കുറച്ച് പൊരിച്ച് വെച്ചിട്ടുള്ള പിന്നെ സവാളയും കൂടി ചേർക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടാണ്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലയും കുരുമുളകും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ ഒന്നും ചേർത്തെടുക്കില്ല. കുറച്ച് ബിരിയാണി മസാലയും ചേർത്തെടുക്കും. പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. അല്ലാതെ വേറെ പൊടികൾ ഐറ്റംസ് ഒന്നും ചേർത്തെടുക്കില്ല കേട്ടോ. പിന്നെ ഇതാ പിന്നെ അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് ബിരിയാണി മസാലയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത്. അതിന് കുറച്ച് മഞ്ഞ കളറൊക്കെ ഉണ്ട്. പിന്നെ അത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണി വെക്കുന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ കറി ഉണ്ടാക്കുക ഗീ റൈസ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പോൾ മോന് പറഞ്ഞ് വന്നപ്പോൾ ഇത് ബീഫ് വാങ്ങിച്ച് വന്നപ്പോൾ മോൻ പറഞ്ഞ് നമുക്കൊന്ന് ബീഫ് ബിരിയാണി മതി. അവനക്ക് നല്ല ഇഷ്ടമാണ് നല്ല വെന്തിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ബീഫ് ബിരിയാണിയും കുട്ടൻ ബിരിയാണിയൊക്കെ കേൾക്കാനായിട്ട്. അതുകൊണ്ടാണ് ബീഫിൻ്റെ പീസ് കുറച്ച് ചെറുതായതിട്ട് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് വെട്ടിയതാണ്. അപ്പോൾ ഇതാ നമ്മൾ മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഗരം മസാല അതുപോലെ ചെറുനാരങ്ങ ജ്യൂസും തൈരും കുരുമുളകും ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് എല്ലാം കഴിഞ്ഞ ശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ ബിരിയാണി വയ്ക്കുമ്പോൾ ഇത്തിരി പഞ്ചസാര ചേർക്കാറുണ്ട്. അത് നമ്മൾ ബിരിയാണീൻ്റെ ടേസ്റ്റ് നല്ലൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടും കേട്ടോ. അടിപൊളിയായിട്ടുണ്ടാവും.
അത് ആ മസാലയൊക്കെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗീ റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിന് മേലെ കുറച്ചും കൂടെ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ദം ചെയ്തെടുക്കുക. നമ്മൾ ഫ്രൈഡ് ഒനിയനൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്ത പരിപാടി നമ്മളെ പാത്രം കഴുകലായിരുന്നു. പാത്രമൊക്കെ നന്നായിട്ട് കഴുകി, ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു നല്ലൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അച്ചാറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചമ്മന്തി ഇഷ്ടമുള്ളവർക്ക് ചമ്മന്തി ഉണ്ടാക്കാം, പപ്പടം വേണമെങ്കിൽ പപ്പടം പൊരിക്കാം, അതൊക്കെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സാലഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാസിക്ക് തൈര് ഒഴിച്ച സാലഡാണ് ഇഷ്ടം കേട്ടോ. പക്ഷേ തൈര് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിതൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. കവറിൽ നിന്ന് മാറ്റി വെച്ചതാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ബിരിയാണിയൊക്കെ റെഡിയാക്കി വെച്ച് എൻ്റെ കുളി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന ശേഷമാണ് ഞാൻ പിന്നെ ഈ ഒരു ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനായിട്ട് നിന്നത്. അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് വെച്ച് വന്നപ്പോഴേനും കാസി ജുമാ പിരിഞ്ഞ് വന്നു. ഇപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ. വെള്ളിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ്. കുറച്ച് ദിവസമായി നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇടാനായിട്ട് ലേറ്റ് ആയതാണ് കേട്ടോ. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഏതായാലും ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ കാപ്പയ്ക്കിനും കാസി വന്ന് പിന്നെ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് ഇരുന്ന് ചെയ്തിട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ കുട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണിയൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും. ചിക്കൻ ബിരിയാണിനേക്കാളും നല്ല ടേസ്റ്റും അതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഇവിടെ കുട്ടികൾക്ക് ചിലർക്ക്, എൻ്റെ മോൻക്കൊക്കെ ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം, ചെറിയ ആൾക്ക് കുട്ടൻ ബിരിയാണിയൊക്കെ ഇഷ്ടം. മട്ടൻ ബിരിയാണി ഇവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഏതായാലും ഇനി ബിരിയാണിയൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ ഏതായാലും അടുത്തൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.